ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സീൻസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചന ബട്ടർ മസാലയുടെ റെസിപ്പി കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടല ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് കഴുകി വാരി കുക്കറിലേക്ക് ഇട്ടു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി വെച്ച് ഒരു 4 വിസിലടിച്ച് വാങ്ങി വെക്കുക. അപ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. പിന്നീട് നമ്മൾ സ്റ്റൗവിലേക്ക് കടായി വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 3-4 കഷ്ണം ഇഞ്ചിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിടുക. ഒന്ന് നന്നായി വഴണ്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള 2 തക്കാളിയാണ്. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റിക്കൊണ്ടേയിരിക്കണം. അപ്പം അങ്ങനെ എല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അത് ജാറിലേക്ക് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് അതിലേക്ക് വേവിച്ച് വെച്ച കടലയിൽ നിന്ന് കുറച്ച് കടലയും ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. പിന്നെ അതേ കടായിലേക്ക് നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടറിനെ ഒന്ന് നന്നായിട്ട് അലിയിച്ചെടുക്കുക. അപ്പം ബട്ടറൊക്കെ ഒന്ന് നന്നായിട്ട് അലിയിച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ചീരകമാണ്. അതുമൊക്കെ ഒന്ന് നന്നായി ഇട്ടതിന് ശേഷം നമ്മളതിലേക്ക് 1 സവോള സ്ക്വയറായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക. ഈ സവോള നന്നായിട്ട് വഴണ്ടി വരുമൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ചെറുതായിട്ട് വഴണ്ടി കിട്ടിയാൽ മതി. പിന്നെ നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ അരപ്പും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് പച്ചമണമൊക്കെ അരപ്പിൻ്റെ മാറി വരണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടലയും കൂടി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഇതിനെ ഒന്ന് കുക്ക് ചെയ്യുക. അതിലൊന്ന് കുക്കായി വരുന്ന സമയത്തേക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ കടലയൊക്കെ ഇട്ട് കൊടുത്ത് ഈ കടലയും മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് വരുന്നത് വരെ അതിനെ ഒന്നുകൂടി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാവണം കണ്ടാന്ന്. കുറച്ചുകൂടി ഗ്രേവി വേണമെങ്കിൽ കുറുക്കി എടുക്കാവുന്നതാണ്, അതാണ് ആവശ്യത്തിനനുസരിച്ച്. അപ്പം നന്നായിട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ചന ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ ബൈ.